സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സ്. മലയാള ചലച്ചിത്ര സംഗീതത്തിൽ വിപ്ലവം തീർത്തൊരു ശബ്ദം. മലയാളി പെൺകുട്ടിയുടെ പ്രണയത്തിനും പരിഭവത്തിനും മാതൃത്വത്തിനും മാദകത്വത്തിനുമൊക്കെ ഈ ശബ്ദം എന്നും കൂട്ടുനിൽക്കുന്നു. അതെ, നമ്മുടെ പ്രിയപ്പെട്ട ഗായിക KS ചിത്രയെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇന്ന് ചിത്ര ചേച്ചിയുടെ ജന്മദിനമാണ്. അതുകൊണ്ട് തന്നെ ജന്മദിന വിശേഷങ്ങളും ഓർമ്മകളും ഒക്കെ പറയാൻ വേണ്ടി സൺഡേ ക്ലാസിക്സിൽ നിങ്ങളുടെ സ്വന്തം രജാസിനൊപ്പം ഉണ്ട് KS ചിത്ര. ചേച്ചി നമസ്കാരം. റെഡ് FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ചേച്ചിയുടെ ജന്മദിനം സാധാരണ എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നത്? ജന്മദിനം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു ആഘോഷമൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ പ്രായത്തിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഉള്ള സമയത്ത് ബർത്ത്ഡേ ദിവസം ഇതുപോലെ അമ്പലത്തിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വീട്ടില് പായസം ഉണ്ടാക്കുക, സദ്യ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് വലുതായി കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനെ ജന്മദിനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിട്ടില്ല. എല്ലാരും വിളിച്ച് വിഷ് എന്നത് അപ്പൊ ഓർക്കും ഇന്നാണ് എന്റെ ബർത്ത്ഡേ എന്നുള്ളത്, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കൊച്ചു പ്രായത്തിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. എന്നാലും എല്ലാ ജന്മദിനങ്ങളിലും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ചെറുതിലെ അമ്പലത്തിൽ പോകുമായിരുന്നു. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞ ശേഷം അമ്പലങ്ങളിൽ എപ്പോഴെങ്കിലും പോകുമായിരുന്നു, സൗകര്യം ഉള്ളതുപോലെ. അതിനുവേണ്ടി ഞാൻ എവിടെ പോവില്ല, വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ എന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ എവിടെ പോകണോ അവിടെ അന്ന ദിവസം ഒന്നും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കും, അത്രേ ഉള്ളൂ. ഇപ്പോ എന്റെ മോള് എന്റെ അടുത്തുനിന്ന് പോയ ശേഷം ഞാൻ അവളുടെ സമാധിയിൽ പോകാറുണ്ട് ദിവസം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാറില്ല. സൺഡേ ക്ലാസിക്സിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചിയാണ് ഓർമ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ ജന്മദിനത്തിൽ. സൺഡേ ക്ലാസിക്സ് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സ്. ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക KS ചിത്രയുടെ ജന്മദിനമാണ്. ചിത്ര ചേച്ചിയാണ് സൺഡേ ക്ലാസിക്സിൽ ഓർമ്മകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം റിജാസിനൊപ്പം ഉള്ളത്. ചേച്ചിയിലെ ഗായികയെ അച്ഛൻ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. എന്റെ അച്ഛനും എന്റെ ചേച്ചിയും വളരെ നല്ലോണം പാടുന്ന ആൾക്കാരായിരുന്നു. അച്ഛൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ പണ്ട് പാടിയിട്ടുള്ള ആളാണ്. അച്ഛൻ പാടിയ പാട്ടുകളൊക്കെ ചേച്ചിയുടെ കയ്യിലുണ്ടോ? അദ്ദേഹത്തിന്റെ ഒരുപാട് ലളിതഗാനങ്ങൾ ഞങ്ങൾ വീട്ടിൽ റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സ്പൂൾ ടേപ്പിലാണ്, പക്ഷെ ഇപ്പൊ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ എല്ലാ കളക്ഷനും ഉണ്ട് കയ്യില്. അച്ഛൻ ഇതുപോലെ സിനിമയിൽ പാടണം എന്നൊന്നും അന്ന് പക്ഷെ അതിനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. അച്ഛന്റെ റേഡിയോയോട് കൂടി അങ്ങ് നിന്നു. പിന്നെ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ പല സ്റ്റേജുകളിലും പാടിയിട്ടുണ്ട്. പിന്നെ ഞാനും ചേച്ചിയും കുറച്ചുകൂടെ മുതിർന്ന ശേഷം ഞങ്ങളുടെ രണ്ടുപേരും അച്ഛനും കൂടെ ചേർന്നിട്ട് പഴയ നാടക ഗാനങ്ങളൊക്കെ VJT ഹാളിൽ ട്രിവാൻഡ്രത്ത് പാടിയിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. ചിത്ര ചേച്ചിയുടെ ചേച്ചി KS ബീനയെ കുറിച്ച് പറയുമ്പോൾ എന്നെക്കാൾ വളരെ നന്നായിട്ട് പാടുന്ന ഒരാളാണ് എന്റെ ചേച്ചി. എപ്പോഴും ഏതെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോഴും പാടുമ്പോഴും ഒക്കെ സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ ചേച്ചി അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ചേച്ചിയുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് റിയാക്ഷൻ മനസ്സിലാവും. ഒരുപാട് ടിപ്സും കറക്ഷൻസും പറഞ്ഞു തരാറുണ്ട് ചേച്ചി. മുമ്പ് എന്നെ ഒരുപാട് എന്റെ സിംഗിങ്ങിന് വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് ചേച്ചി. ചേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ അഭിപ്രായത്തിന് ഒരുപാട് വില കൽപ്പിക്കാറുണ്ട്. പൂവച്ചൽ ഖാദർ സാറിന്റെ വരികൾക്ക് ശ്യാം സാറിയാണ് നൽകി ചിത്ര ചേച്ചി പാടിയ നിറക്കൂട്ട് എന്ന സിനിമയിലെ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സൺഡേ ക്ലാസിക്സ് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സ്. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക KS ചിത്രയുടെ ജന്മദിനമാണ് ഇന്ന്. ചിത്ര ചേച്ചി സംഗീത ജീവിതത്തിലെ ചില ഓർമ്മകൾ നമ്മളോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സൂപ്പർ ഹിറ്റ്സ് റെഡ് FM സൺഡേ ക്ലാസിക്സിലൂടെ. ചേച്ചിയുടെ ജീവിതത്തിൽ അച്ഛൻ കരമന കൃഷ്ണൻ നായർക്കുള്ള സ്വാധീനം എന്താണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യകാലത്ത് അദ്ദേഹം തന്നെയായിരുന്നു റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ ചേച്ചിയോടൊപ്പം വന്നിരുന്നത്. പണ്ടൊക്കെ അച്ഛൻ തന്നെയാണ് എല്ലാ റെക്കോർഡിങ്ങിനും കൂടെ വന്നുകൊണ്ടിരുന്നത്. ഈ ഇപ്പോഴത്തെ ജനറേഷൻ പോലെ അല്ല. അന്നൊക്കെ പാടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് നമ്മളെ അങ്ങനെ സ്തുതി പാടുന്ന അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. അച്ഛൻ എപ്പോഴും നമ്മുടെ കറക്ഷൻസ് മാത്രമാണ് പറഞ്ഞു തരാറുള്ളത്. എപ്പോഴും കൂടുതൽ ഇംപ്രൂവ് ചെയ്യണം, നീ ഒന്നും എത്തിയിട്ടില്ല എന്നുള്ള നിലയിലുള്ള സജഷൻസ് ആണ് എപ്പോഴും പറയാറുള്ളത്. പിന്നെ പാടിക്കഴിഞ്ഞ് അച്ഛൻ ആ പാട്ട് വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്ത് വെച്ച് കേൾക്കുന്ന കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കും അച്ഛൻ അത് ഇഷ്ടപ്പെട്ടു എന്നാണ് എന്റെ അർത്ഥം. പക്ഷെ എപ്പോഴും ഒരുപാട് ഇങ്ങനെ നമ്മളെ പുകഴ്ത്തി പറയുന്ന ഒരു സ്വഭാവം എന്റെ അച്ഛനും ഇല്ല, അമ്മയ്ക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും പാടുന്നതിന് പെർഫെക്ഷൻ പോരാ എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്കും ഉള്ളത്. അച്ഛന്റെ മുമ്പിൽ പാടിയ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം എന്തായിരുന്നു? അച്ഛൻ അസുഖമായിരുന്ന സമയത്തും എനിക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ്സാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ എന്നെ കൊണ്ടുപോയിരുന്നു റെക്കോർഡിങ്ങിനൊക്കെ. അപ്പൊ എന്റെ പുറകില് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ വോയിസ് റൂമിൽ എന്റെ പുറകിൽ അച്ഛൻ ഇരിപ്പുണ്ടാവും. 1-2 തവണ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ വേദന കൊണ്ടിങ്ങനെ കണ്ണിൽ വെള്ളം നിറഞ്ഞിങ്ങനെ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് ഭയങ്കര വിഷമമായി. എനിക്ക് വേണ്ടി അച്ഛൻ ഈ വേദന കടിച്ചു പിടിച്ച് എന്റെ കൂടെ ഇരിക്കുന്നല്ലോ. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ വേണ്ട, എനിക്കിങ്ങനെ പാടണ്ട, അച്ഛന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടി അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഞാൻ നമുക്ക് നാട്ടിൽ പോകാം എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ അന്ന് അച്ഛനും ഞാനും കൂടെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അതിനുശേഷം പക്ഷെ അച്ഛൻ എന്റെ കൂടെ വന്നിട്ടില്ല.
പറ്റിയില്ല. അത് കഴിഞ്ഞ് അച്ഛൻ അങ്ങനെ ബെഡ് ആയിപ്പോയി. അപ്പൊ അതിനുശേഷം എന്റെ അമ്മയോ എന്റെ ബ്രദേഴ്സോ അല്ലെങ്കിൽ എന്റെ കസിൻസ് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കൂടെ, അമ്മായി ആരെങ്കിലും മാറി മാറി എന്റെ കൂടെ വരുമായിരുന്നു റെക്കോർഡിങ്സിനൊക്കെ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കും അച്ഛന്റെ ആ ഒരു ത്യാഗമാണ് ദൈവം എന്നെ ഈ ഒരു നിലയിൽ എത്തിച്ചതെന്ന് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട്. കേളി എന്ന സിനിമയിലെ കൈതൊപ്രം എഴുതി ഭരതൻ ഈണ നൽകി ചിത്ര ചേച്ചി വളരെ ഹൃദ്യമായി പാടിയ ഒരു പാട്ടാണ് സൺഡേ ക്ലാസിക്സിലൂടെ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. കേൾക്കൂ കേൾക്കൂ, കേട്ടോണ്ടേയിരിക്കൂ. താരം വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലേതോ താരം. Sunday Classics. Sunday Classics. സംഗീത ജീവിതത്തിലെ ചില ആദ്യകാല ഓർമ്മകൾ സൺഡേ ക്ലാസിക്സിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗായിക KS ചിത്ര. ചിത്ര ചേച്ചിയുടെ ചേച്ചി KS ബീനയും ഗായികയാണല്ലോ. അപ്പൊ ചേച്ചിയുടെ കൂടെ പാടിയിട്ടുള്ള ഓർമ്മകളെ കുറിച്ച് പറയുമ്പോ, ചേച്ചിയുടെ കൂടെ പാടിയെന്ന് പറയാൻ ഞങ്ങള് കൃഷ്ണേന്ദ്രന്റെ മ്യൂസിക്കിൽ ഞങ്ങളുടെ ആൽബത്തിന് വേണ്ടി അമൃതാനന്ദമയി അമ്മയെ കുറിച്ചിട്ടൊരു അമ്മ എന്ന് പറഞ്ഞൊരു ആൽബം പാടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് KS ബീന എന്ന ഗായിക മലയാള സിനിമാ സംഗീതത്തിൽ സജീവമാകാത്തത്? ചേച്ചി സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ ചേച്ചി ദോഹയിലേക്ക് പോയി കഴിഞ്ഞ ചേച്ചിക്ക് അങ്ങനെ അധികം പാടാനുള്ള അവസരങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ പിന്നെ കുറച്ച് പാട്ടൊക്കെ പഠിപ്പിക്കുമായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ടച്ച്. അപ്പൊ അതിനുശേഷം ഇപ്പൊ ടച്ച് വിട്ടുപോയ ശേഷം പാടാനായിട്ട് ഒരു ഇച്ചിരി ഭയമാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചില സ്ഥലത്തൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ചേച്ചി അങ്ങനെ കഴിവതും അങ്ങനെ പാടാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാറില്ല. കുടുംബജീവിതത്തിൽ ഒതുങ്ങിക്കൂടാനാണ് ഏറ്റവും കൂടുതൽ ചേച്ചി ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഒരുപാട് പാട്ട് കേൾക്കുകയും ആ ഒരു പാട്ടിനോടുള്ള ഒരു ആവേശം ഇപ്പോഴും ഉണ്ട് ചേച്ചിക്ക്. കൂടെ പാടുമ്പോഴും ഞാൻ പാടുമ്പോഴും ഒക്കെ എനിക്ക് ഒരുപാട് കറക്ഷൻസ് ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിക്കും ഒരു വഴികാട്ടി തന്നെയായിരുന്നു എന്ന് തന്നെ ഞാൻ പറയണം. എന്നെ ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്തതും ചേച്ചി തന്നെയാണ്. ചിത്ര ചേച്ചിയുടെ ആദ്യ റെക്കോർഡിംഗ് ഓർമ്മയെ കുറിച്ച് പറയുമ്പോൾ, 1979 KS ഗോപാലകൃഷ്ണൻ സാറിന്റെ ഡയറക്ട് ചെയ്ത ഒരു പടത്തില് MG രാധാകൃഷ്ണൻ ചേട്ടന്റെ മ്യൂസിക്കില് ചെല്ലം ചെല്ലം എന്നൊരു പാട്ടാണ് ഞാൻ ആദ്യം പാടിയത്. അത് റേഡിയോ സ്റ്റേഷനിലെ കുട്ടികളുടെ ഗായക സംഘം മിനി കോറൽ ഗ്രൂപ്പ്, അതിലത്തെ കുട്ടികൾ എല്ലാരും കൂടെ ചേർന്ന് നിന്ന് പാടിയിട്ടുള്ള ഒരു ഓർമ്മ പോലെ തന്നെയായിരുന്നു ഈ പാട്ട്. അതുകൊണ്ട് എനിക്ക് അന്നൊരു വലിയൊരു ഭയമോ പരിഭ്രമോ ഒന്നും തോന്നിയില്ല. ഞങ്ങൾ കൂടെ പാടുന്ന എല്ലാവരും കലാദേവി, നീന, ഉഷ, ഞങ്ങൾ കുറെ കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് പാടുന്ന ഒരു ഫീലിംഗ് തന്നെയായിരുന്നു അതിന്. ആ പടം പക്ഷെ വളരെ ലേറ്റ് ആയിട്ട് ഇറങ്ങിയത്. ആദ്യം ഇറങ്ങിയ ഫിലിം 82 ഞാൻ ഏകനാണെന്നുള്ളതാണ്. ആ ഫിലിമിന്റെ റെക്കോർഡിങ്ങിന് ഞാനും ദാസേട്ടനോടൊപ്പം ഒരു പാട്ട് പാടി. അന്ന് ആ റെക്കോർഡിങ്ങിന്റെ സമയത്ത് രാധാകൃഷ്ണൻ ചേട്ടൻ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, നീ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഗായകന്റെ കൂടെയാണ് പാടാൻ പോകുന്നത്, അതുകൊണ്ട് അത്രയും സൂക്ഷിച്ച് ഒക്കെ പാടണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു പേടി എനിക്ക് അപ്പോഴാണ് ആദ്യമായിട്ട് തോന്നിയത്. അന്ന് പക്ഷെ ദാസറിന്റെ കൂടെ പാടുമ്പോൾ ദാസരൻ വളരെ കോപ്പറേറ്റ് ചെയ്ത് 1-2 തെറ്റുകളൊക്കെ ഞാൻ വരുത്തിയിട്ട് പോലും അതൊക്കെ സാരമല്ല ഒന്നുകൂടെ പാടാം എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് ചെയ്ത് തരെ മൈക്കിൽ നിൽക്കുന്നത് എത്ര ദൂരത്തിൽ നിൽക്കണം എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരുമൊക്കെ ചെയ്തു. അപ്പൊ ദാസേട്ടന് വളരെയധികം എന്റെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. രാധാകൃഷ്ണൻ ചേട്ടൻ എപ്പോഴത്തെയും പോലെ ഫുൾ സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു. അതാണ് എന്റെ ആദ്യത്തെ റെക്കോർഡിംഗ് ഓർമ്മ. നമ്മുടെ പ്രിയ ഗായിക ചിത്ര ചേച്ചി ഓർമ്മകൾ സൺഡേ ക്ലാസിക്സിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കേൾക്കാം K. ജയകുമാർ സാറിന്റെ വരികൾക്ക് ബോംബെ രവി ഈണം നൽകി ചിത്ര ചേച്ചി പാടിയ ഒരു വടക്കൻ വീരഗാഥയിലെ പാട്ട്. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. Sunday Classics. Sunday Classics. ആലാപനം കൊണ്ടും പെരുമാറ്റത്തിലെ ലാളിത്യം കൊണ്ടും നമ്മുടെ ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ ഗായിക KS ചിത്ര. ചിത്ര ചേച്ചിയുടെ ഈ പിറന്നാൾ ദിവസം സൺഡേ ക്ലാസിക്സിലൂടെ നമ്മളോടൊപ്പം ഉണ്ട് ഓർമ്മകൾ പറഞ്ഞുകൊണ്ട്. ചേച്ചി, MG രാധാകൃഷ്ണൻ സാറായിരുന്നു ആദ്യകാലത്ത് സിനിമയിൽ ചേച്ചിക്ക് ഒത്തിരി സപ്പോർട്ട് തന്നത് അല്ലെ? ആദ്യത്തെ ഒരു 5 ഫിലിം രാധാകൃഷ്ണൻ ചേട്ടന്റെ മാത്രം മ്യൂസിക്കിലാണ് ഞാൻ പാടിയിട്ടുള്ളത്. രാധാകൃഷ്ണൻ ചേട്ടന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കുടുംബം പോലെ തന്നെയായിരുന്നു. കാരണം ഞാൻ 9th പഠിക്കുമ്പോഴാണ് ഓമനക്കുട്ടിയച്ഛന്റെ അടുത്ത് പാട്ട് പഠിക്കാൻ പോയിട്ടുള്ളത്. അതിനു മുമ്പ് മുതൽ തന്നെ രാധാകൃഷ്ണൻ ചേട്ടനും ഓമൻ ചേച്ചിയും പാടിത്തുടങ്ങുന്ന സമയത്ത് എന്റെ അച്ഛൻ ആണ് അവരാദ്യം സ്റ്റേജുകളിൽ പാടിത്തുടങ്ങിയത്. അച്ഛൻ ഏർപ്പാട് ചെയ്ത് 1-2 സ്ഥലത്താണ്. അതുപോലെ തന്നെ രാധാകൃഷ്ണൻ ചേട്ടൻ ആദ്യമായിട്ട് ഈണമിട്ട പാട്ട് പാടിയ ഗായകനും എന്റെ അച്ഛനായിരുന്നു. അങ്ങനെ ആ കുടുംബമായിട്ട് ഒരുപാട് ബന്ധങ്ങളുള്ളതാണ്. എന്തായാലും രാധാകൃഷ്ണൻ സാറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അദ്ദേഹം ഈണം നൽകിയ ചേച്ചി പാടിയ പാട്ടുകളിലെ ഒരു പാട്ടിന്റെ 2 വരി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാമോ? രജനി പറയൂ പൂനിലാവിൻ പരിലാളനത്താൽ നൊമ്പരങ്ങൾ മായുമോ രജനി പറയൂ. Sunday Classics. Sunday Classics.
നമ്മുടെ പ്രിയ ഗായിക KS ചിത്രയുടെ ജന്മദിനമാണ് ഇന്ന്. ചിത്ര ചേച്ചിയുടെ സംഗീത ജീവിതത്തിലെ ഓർമ്മകളാണ് ഇന്നത്തെ സൺഡേ ക്ലാസിക്സിലൂടെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്ര ചേച്ചിയുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം റിജാസ്. ഒത്തിരി ആരാധകരുണ്ട് ചേച്ചിക്ക്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ആരാധകരുടെ സ്നേഹം ചേച്ചി അറിഞ്ഞിട്ടുമുണ്ട്. ആരാധകരുടെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ, ആരാധകരുടെ സ്നേഹം എന്ന് പറയുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ ആരാധിക്കുന്ന ഒരാളുണ്ടെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് 85 ഞാൻ തമിഴിലൊക്കെ പാടി തുടങ്ങിയ ശേഷം ആദ്യമായിട്ട് ഇളയരാജ സാറിന്റെ കൂടെയും ഗംഗാമരൻ സാറിന്റെ കൂടെയും ഒരു ലണ്ടനിൽ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അന്ന് എന്റെ അമ്മയാണ് എന്റെ കൂടെ വന്നത്. അപ്പൊ അമ്മ ഓഡിയൻസിന്റെ അവിടെ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി പുറകിൽ നിന്ന് ഇങ്ങനെ ഓഡിയോ എങ്ങനെയൊക്കെയോ അമ്മയുടെ അടുത്ത് എത്തി അമ്മയോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ എന്നെ വലിയ ഇഷ്ടമാണെന്നും എന്റെ പാട്ടുകൾ ഒരുപാട് കുട്ടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. കയ്യിലും ദേഹത്തൊക്കെ ഇങ്ങനെ എന്റെ പേര് പച്ച കുത്തിയിരിക്കുന്നതും ലോക്കറ്റിൽ എന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നതും. അങ്ങനെ എന്റെ അമ്മയ്ക്ക് തന്നെ ഭയങ്കര ഒരു അതിശയമായിരുന്നു. അപ്പൊ എനിക്കും അങ്ങനെ അറിഞ്ഞൂടായിരുന്നു അങ്ങനെ ഒരു ആരാധന അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമൊക്കെ അങ്ങനെ ആൾക്കാർക്ക് തോന്നും എന്ന് എനിക്കും അങ്ങനെ അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വളർമതി എന്ന് പറഞ്ഞ ഒരാള് എന്നെ ആദ്യമായിട്ട് അവിടെ വെച്ച് പരിചയപ്പെട്ടു. അതിനുശേഷം ലണ്ടനിൽ നിന്ന് ആ കുട്ടി എപ്പോ നാട്ടിൽ വന്നാലും ട്രിച്ചിയിൽ താമസിക്കുന്ന തഞ്ചാവൂരാണ് കുട്ടിയുടെ സ്വദേശം. എല്ലാ പ്രാവശ്യവും നാട്ടിൽ വരുമ്പോ എന്നെ കാണാണ്ട് പോവില്ല. അതിന്റെ കല്യാണം, അവരുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എന്നോട് എന്നെയും കൂടെ ബന്ധപ്പെടുത്തിയാണ് എല്ലാം നടന്നിട്ടുള്ളത്. ഇപ്പോഴും എന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്റെ ഒരു സഹോദരിയുടെ സ്ഥാനമാണ് വളർമതിക്കുള്ളത്. അപ്പൊ അതുപോലെ ഇപ്പൊ എനിക്ക് എന്റെ നന്ദന പോയ ശേഷം ഒരുപാട് പേര് എനിക്ക് എന്റെ മക്കളുടെ സ്ഥാനത്ത് ഞങ്ങളുണ്ടാന്ന് പറഞ്ഞ് എന്നെ വന്ന് സമാധാനപ്പെടുത്തുകയും എപ്പോഴും എന്നെ ഫോൺ വിളിക്കുകയാണെങ്കിലും വീട്ടിൽ വരികയാണെങ്കിലും അങ്ങനെ എപ്പോഴും എന്നോട് ടച്ചിലുള്ള കുറെ കുട്ടികളുണ്ട്. അതെന്താ പറയണ്ടേ, ഒന്ന് പോയതിന് പകരം 100 കിട്ടി എന്ന് പറയുന്ന പോലെ ദൈവം എനിക്ക് അങ്ങനെ എന്തോ ഒരു സൗഭാഗ്യം തന്നു എന്ന് വേണം പറയാൻ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. Sunday Classics. Sunday Classics. പ്രിയ ഗായിക KS ചിത്ര ഈ പിറന്നാൾ ദിനത്തിൽ ഓർമ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സൺഡേ ക്ലാസിക്സിലൂടെ. ചിത്ര ചേച്ചി ഒത്തിരി സംഗീത സംവിധായകരുടെ ഈണങ്ങൾ പാടിയിട്ടുണ്ട്. അപ്പൊ അവരിലെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സംഗീത സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ? സ്വാധീനിച്ചെന്ന് പറയുന്നതിനേക്കാളും എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച സംഗീത സംവിധായകർ ഒത്തിരി പേരുണ്ട്. ആദ്യം രാധാകൃഷ്ണൻ ചേട്ടന്റെ പേര് പറയണം. ജെറി മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, ശ്യാം സർ, MS വിശ്വനാഥൻ സർ, ഇളയരാജ സർ, AR റഹ്മാൻ സർ, SP വെങ്കടേഷ് സർ, ഇവരെയൊന്നും എനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അവര് തന്നിട്ടുള്ള ഓരോരോ പാട്ടും ഇന്നും ആൾക്കാരുടെ മനസ്സിലുണ്ട്. എന്നെ ആൾക്കാർ ഓർക്കുന്നത് ഈ പാട്ടുകളിൽ കൂടെയാണ്. അപ്പൊ എനിക്ക് ഔസേപ്പച്ചൻ സാർ, അതുപോലെ എത്ര പേര്, മോഹൻ സിത്താര, ഒത്തിരി പേരുണ്ട്, വിദ്യാസാഗർ, എല്ലാരെയും, ജയചന്ദ്രൻ മുതല് എന്നെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ സംഗീത സംവിധായകരും ഞാൻ ഒരു നിമിഷത്തിൽ ഓർക്കുകയാണ്. ആരെയാണ് പറയേണ്ടതെന്നാണ്. കാരണം എനിക്ക് എല്ലാ സംഗീത സംവിധായകരും എനിക്ക് എന്റെ ഗുരുവിന്റെ സ്ഥാനത്താണ്. എല്ലാവരുടെ പാട്ടുകൾക്കും ഞാൻ അത്രയും വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും കുറെയെങ്കിലും നല്ല പാട്ടുകളിലോ 1-2 എങ്കിലും പാടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തില് എന്താ പറയണ്ട, അവർക്ക് എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതിൽ ഒരാളിനെ ആയിട്ട് എങ്ങനെ എടുത്ത് പറയാൻ എനിക്ക് പറ്റില്ല. ചിത്ര ചേച്ചിക്ക് ഒത്തിരി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വിലപ്പെട്ട ഒരു പുരസ്കാരമായി കാണുന്നത് എന്തിനാണ്? ഒരുപാട് ആൾക്കാരുടെ മനസ്സിലേക്കൊരു സ്ഥാനം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുരസ്കാരമായിട്ട് ഞാൻ കരുതുന്നത്. ബാക്കി അവാർഡ്സ് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു പ്രോത്സാഹനം തന്നെയാണ്. പക്ഷെ അതാണ് ദ അൾട്ടിമേറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നോക്കുമ്പോൾ എനിക്കൊരു അവാർഡ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ അതേസമയം എനിക്ക് ഒരു കുഞ്ഞിനെ തരണേന്ന് ഞാൻ ഒത്തിരി ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം ഞാൻ ചോദിക്കാത്തത് എനിക്ക് കൂടുതലായിട്ട് തന്നു, ഞാൻ ചോദിച്ചത് എന്നിൽ നിന്ന് കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ അതെല്ലാം ഇപ്പൊ എന്ത് കിട്ടിയാലും ഒരേ മാനസികാവസ്ഥയാണ്. എനിക്ക് ഒന്നിലും ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആവാറില്ല, ഒന്നിലും കൂടുതൽ ദുഃഖിക്കാറുമില്ല. അങ്ങനെ അങ്ങ് പോകുന്നു. ഏതായാലും ചിത്ര ചേച്ചിക്ക് ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 1989 നേടിത്തന്ന വൈശാലിയിലെ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. ONV സാറിന്റെ രചന, രവി ബോംബെയുടെ സംഗീതം. സൺഡേ ക്ലാസിക്സ് കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. പുഷ്പം ചൂടി നിൽക്കും രാത്രി. Sunday Classics. Sunday Classics. മലയാളികളുടെ ഗൃഹാതുരത്വത്തിന് പശ്ചാത്തലമേകുന്ന പാട്ടുകളിൽ പലതിലും KS ചിത്ര എന്ന ഗായികയുടെ ശബ്ദമുണ്ട്. ആ ശബ്ദ സൗകുമാര്യത്തിന് ഇന്ന് പിറന്നാൾ. ചിത്ര ചേച്ചിയാണ് നിങ്ങളുടെ സ്വന്തം റിജാസിനൊപ്പം ഉള്ളത് സൺഡേ ക്ലാസിക്സിൽ ഓർമ്മകൾ പറഞ്ഞുകൊണ്ട്. ചിത്ര ചേച്ചിക്ക് മറ്റ് ഗായകരിൽ നിന്ന് ലഭിച്ച ആ ഒരു സപ്പോർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ? എന്റെ പ്രൊഫഷനില് സത്യം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് തന്നെ എന്റെ സീനിയർ സിംഗേഴ്സിനോടൊപ്പം കൂടെ നിന്ന് പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായെന്നുള്ളതാണ്. ഇന്നത്തെ തലമുറയിലുള്ള ഗായകർ ഏറ്റവും കൂടുതൽ അവരുടെ നഷ്ടം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവർക്ക് ഇപ്പൊ ദാസേട്ടനെ പോലുള്ള അത്രയും വലിയ ലെജൻഡറി സിംഗേഴ്സിനോടൊപ്പം നിന്ന് പാടാൻ, അല്ലെങ്കിൽ അവര് പാടുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കാനൊക്കെ ഉള്ള ഒരു അവസരങ്ങൾ അവർക്ക് മിസ് ചെയ്തു പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് അവരുടെ ഒരു വലിയ നഷ്ടമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്റെ
എനിക്ക് കിട്ടിയ സപ്പോർട്ട് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇവരുടെയൊക്കെ കൂടെ നിന്ന് പാടാൻ പറ്റി എന്നുള്ളതും, സുശീലമ്മ, ജാനകിയമ്മ, വാണിയമ്മ ഇവരുടെയൊക്കെ കൂടെ ഒരുമിച്ച് നിന്ന് പാടിയിട്ടുണ്ട് പല പാട്ടുകളും. എല്ലാവരും തന്നെ എന്നോട് വളരെ സ്നേഹമായിട്ടായിരുന്നു. എനിക്ക് ഒരിക്കലും അവരിൽ നിന്നൊന്നും ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു. അതുപോലെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഓർക്കസ്ട്ര മ്യൂസീഷ്യൻസ്. അവരെല്ലാവരും തന്നെ ഓരോ റെക്കോർഡിംഗ് കഴിയുമ്പോഴും നന്നായിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവർ വന്ന് അപ്രീസിയേഷൻ പറയും. ചിലരൊക്കെ വന്ന് വയസ്സായ ആൾക്കാരൊക്കെ ഉള്ളവരൊക്കെ, ചെറിയ കുട്ടിയല്ലേ, അപ്പൊ വന്ന് എന്റെ മുതുകിൽ ഇങ്ങനെ തട്ടൊക്കെ തന്നിട്ടൊക്കെ പോയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അവരുടെ സന്തോഷം അവർ പ്രകടിപ്പിച്ചിട്ട്, അപ്പൊ അതൊക്കെ വലിയ പ്രോത്സാഹനമായിരുന്നു. അവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും നാള് പാടാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാജശില്പി എന്ന സിനിമയ്ക്ക് വേണ്ടി ONV സാർ എഴുതി രവീന്ദ്രൻ മാഷ് ഈണം നൽകി ചിത്ര ചേച്ചി പാടിയ ഒരു പാട്ട് സൺഡേ ക്ലാസിക്സിലൂടെ ഇതാ വരുന്നു. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും. Sunday Classics. Sunday Classics. സൺഡേ ക്ലാസിക്സിൽ ഓർമ്മകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം രജാസിനൊപ്പം KS ചിത്ര. ചിത്ര ചേച്ചി ദാസേട്ടനുമായി ചേർന്ന് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. യേശുദാസ് എന്ന ഗായകനെ ആദ്യം കാണുന്നത് എങ്ങനെയാ? ആദ്യമായിട്ട് ദാസേട്ടനെ കാണുന്നത് ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആറ്റുകാലമ്പലത്തിൽ ദാസേട്ടൻ പാടാൻ വരുമ്പം രാധാകൃഷ്ണൻ ചേട്ടനാണ് എന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത് ദാസേട്ടന്റെ കയ്യിൽ ഒരു ഷേക്ക് ഹാൻഡ് ആദ്യം കൊടുപ്പിച്ചു പണ്ട്. പിന്നെ അതിനുശേഷം എന്റെ ചേച്ചി പാടിയ ദാസേട്ടന്റെ മ്യൂസിക്കിൽ പാടിയ താറാവ് എന്ന ഫിലിമിന്റെ റെക്കോർഡിങ്ങിന് ഞാൻ കൂടെ പോയ അനുഭവമാണ്. അന്ന് അതുപോലെ ദാസേട്ടൻ വെറുതെ ചേച്ചിയുടെ കൂടെ ഞാനിങ്ങനെ നിൽക്കുന്നതാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, പാടുവോ എന്ന് ചോദിച്ചു. അപ്പം ചെറുതായിട്ടൊക്കെ പാടും എന്ന് പറഞ്ഞു അച്ഛൻ. അപ്പൊ പാടണ്ടേ നമുക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു, വെറുതെ ഇങ്ങനെ കളിയാക്കി ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ വെറുതെ അങ്ങ് ചിരിച്ചു നിന്നു. എനിക്കറിയില്ലായിരുന്നു. അപ്പൊ പിന്നെ അതിനുശേഷം ദാസേട്ടനോടൊപ്പം പാടാൻ കിട്ടിയ അവസരമാണ്. രാജൻ ചേട്ടന്റെ മ്യൂസിക്കില് ആ ഫിലിമിന്റെ റെക്കോർഡിങ്ങിന് ആണ് ഞാൻ പിന്നെ ദാസേട്ടനെ കാണുന്നത്. അതിനുശേഷം ദാസേട്ടന്റെ 1-2 പ്രോഗ്രാംസിന് എറണാകുളത്ത് രാജേന്ദ്ര മൈതാനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ദാസേട്ടന്റെ കൂടെ പാടുന്നത്. തൊഷിബ ആനന്ദിന്റെ ബട്ടൺ സെൽ ബാറ്ററി അതിന്റെ ലോഞ്ച് ആയിരുന്നു ആദ്യത്തെ പ്രോഗ്രാം. അതിനുശേഷം ട്രിവാൻഡ്രത്ത് ഓണാഘോഷത്തിന് പാടി. പിന്നെ അതിനുശേഷം ദാസേട്ടനോടൊപ്പം കുറെ എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 100 സ്റ്റേജുകളിലോളം പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഓരോ തവണയും ദാസേട്ടന്റെ കൂടെ പാടുമ്പോൾ ദാസേട്ടൻ ഒരുപാട് ടിപ്സ് പറഞ്ഞു തരാറുണ്ട്. ചെറിയ ചെറിയ സംഗതികൾ പാടുന്നത് പറഞ്ഞു തരാറുണ്ട്, ഉച്ചാരണം പറഞ്ഞു തരാറുണ്ട്. മുമ്പൊക്കെ ഇതുപോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സലാലയിൽ ഞങ്ങളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ 2 ദിവസം പ്രോഗ്രാം ഇല്ലായിരുന്നു. അപ്പൊ ഇതുപോലെ ദാസേട്ടൻ എപ്പോഴും ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങൾ പുതിയത് പഠിക്കുന്ന ഒരു ശീലമുണ്ട് ദാസേട്ടൻ. അപ്പൊ അതിന്റെ അടുത്ത് പറഞ്ഞു, നീ കൂടെ വാ, ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കീർത്തനത്തിന്റെ ഒരു പല്ലവി വരെ പഠിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ദാസേട്ടനെ കാണാനായിട്ട് കുറെ ആൾക്കാരൊക്കെ വന്നത് കാരണം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും അതൊരു ഓരോ ദിവസവും പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അനുഭവം. ഞാൻ പറയും എപ്പോഴും എല്ലാ പാട്ടുകാർക്കും ഏറ്റവും കൂടുതൽ അനുകരിക്കാൻ നല്ല ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ആളാണ് ദാസേട്ടൻ. അദ്ദേഹത്തിന് സംഗീതത്തോടുള്ള ഡെഡിക്കേഷൻ എല്ലാവരും ഇപ്പോഴത്തെ തലമുറകളിൽ എല്ലാവരും കണ്ടുപഠിക്കേണ്ടതാണ്. സംഗീതം, ശബ്ദം അത് രണ്ടും സൂക്ഷിക്കുക എന്നുള്ളത് കഴിഞ്ഞിട്ടേ അദ്ദേഹത്തിന് വേറെ എന്തോ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു റോൾ മോഡൽ തന്നെയാണ് ദാസേട്ടൻ. ചലച്ചിത്ര സംഗീതം മാത്രമല്ല ചേച്ചിക്ക് പാട്ട്, പുതിയ പ്രോജക്ട്സുകൾ ഏതൊക്കെയാ? ഞാനിപ്പോ ഡിവോഷണൽ ആൽബംസ് ചെയ്യുന്നുണ്ട്. സ്വാതി തിരുനാളിന്റെ ഭജൻസ് ഇപ്പൊ ചെയ്യാൻ പോകുന്നു. അഷ്ടപതി, ഇങ്ങനെ കുറച്ച് പ്രോജക്ട്സ് ചെയ്യാനുള്ളതുണ്ട്. അതൊക്കെ പാടണം എന്നുള്ളതാണ്. ഫിലിംസ് മലയാളം കുറച്ച് പാടുന്നുണ്ട്, അതുപോലെ തമിഴും തെലുങ്കും എല്ലാം കുറച്ച് വീതം പാടുന്നുണ്ട്. അതാണ് പുതിയ പ്രോജക്ട്സ്. എന്തായാലും ചിത്ര ചേച്ചിയുടെ ഈ ജന്മദിനത്തിൽ ഈ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളുടെ സൺഡേ ക്ലാസിക്സിൽ പങ്കെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിലും ഒത്തിരി നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ചേച്ചിക്ക് ഈ ജന്മദിനത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു ചേച്ചി. ഇത്രയും നേരം നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാൻ സാധിച്ചാൽ എനിക്ക് വലിയ സന്തോഷം. എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും മാത്രമല്ല ലോകമെമ്പാടുള്ള എല്ലാവർക്കും എന്റെ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. താങ്ക് യു. തങ്കനില പട്ടുടുത്തു എൻ മോഹപ്പൂന്തി